മക്കളൊക്കെ പവർഫുള്ളായിട്ട് ജീവിക്കേണ്ടതെന്ന്. ഈ ലോകത്ത് ഇങ്ങനെ ചില പ്രലോഭനങ്ങളുടെ മുൻപിൽ വീണു പോകുന്നവരായി, ചില ഭീഷണികളുടെ മുൻപിൽ അടിമപ്പെട്ടവരായി, ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിതം മാറ്റിവെക്കപ്പെട്ടവരായി ജീവിക്കണം. അവർ പവർഫുള്ളായിട്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ സൈഡ് പിടിച്ച് ജീവിക്കുന്ന അവർ ദൈവത്തിൻ്റെ ചാരന്മാരെന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ദ സ്പൈ ഓഫ് ഗോഡ്. എന്തൊരു കനമാണ് ആ വാക്കിന്, എന്തൊരു ഭംഗിയുണ്ട് ആ വാക്കിന്. നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ ഈ ലോകം അതുപോലെയൊക്കെ ഒന്ന് കരുതുന്ന വിധത്തിൽ എന്തിനാന്ന് ഈ ചെറുതായിട്ട് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവുന്നത് മോശമാണെന്നൊന്നും പറയണില്ല. പക്ഷെ അത്രയ്ക്ക് ചെറുതായിട്ട് പോണോ? ഒരു പ്രൊഫഷനിൽ മാത്രം ഒതുങ്ങണോ ഇവര്? നേരെ മറിച്ച് അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി, അവരേത് പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്പൈ ഓഫ് ഗോഡ് എന്നുള്ള വിധത്തിൽ ജീവിക്കാനായിട്ട് ഈ മക്കളോടുകൂടെ, നമ്മുടെ മക്കളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടാവട്ടെ. അവരാത്മാവിൽ ശക്തിപ്പെടട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ കരം പിടിച്ച് ഉള്ളു നിറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ബലം അവരിലേക്ക് പ്രവഹിക്കുന്നത് കാണാൻ പറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ചാരന്മാരാക്കി മാറ്റണമേ.